നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായിക്ക് പി.സി. ജോർജിനോടുള്ള വിരോധം പ്രസിദ്ധമാണ്. എന്നാൽ വിരോധത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് ഇതുവരെ പുറത്തു വന്നിരുന്നില്ല. പി.സിയെ പിണറായി പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്നത് രഹസ്യം ഇതാദ്യമായി പുറത്തുവരുന്നു. പി.സിയുടെ മകൻ ഷോൺ ജോർജ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇലക്ഷൻ ഫലം വരുന്നതോടെ വീണയുടെ കാര്യത്തിൽ തീരുമാനമാകും. മഹാനായ കമ്മ്യൂണിസ്റ്റ് വി.എസ്. അച്യുതാനന്ദനൊപ്പം നിന്നതിന് തന്റെ പിതാവിനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത പിണറായി വിജയനെ തകർക്കുമെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. വി.എസിന്റെ വിശ്വസ്തനായിരുന്നു പി.സി. ജോർജ്. പിണറായിയെ തകർക്കാൻ വി.എസ്. ജോർജിനെ ഉപയോഗിക്കുന്നു എന്ന പ്രചാരണം അക്കാലത്ത് വ്യാപകമായിരുന്നു. ഇതൊരു പരിധിവരെ സത്യമായിരുന്നു. ജോർജിനെ ഒതുക്കാൻ അന്ന് തന്നെ പിണറായി ശ്രമിച്ചിരുന്നു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ തന്നെ പി.സി. ജോർജിനെ ഇല്ലാതാക്കാൻ പിണറായി ശ്രമം തുടങ്ങിയിരുന്നു. അതോടെ പി.സി. ജോർജ് ഒതുങ്ങി. എന്നാൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തീർത്തും അപ്രതീക്ഷിതമായാണ് ഷോൺ ജോർജ് ഉയർന്നു വന്നത്. ഏറെ വിവാദമായ എക്സാലോജിക് CMRL ഇടപാടിൽ സത്യം പുറത്തുവരുന്നതിനായി ഏതറ്റം വരെയും പോകാൻ ഭയമല്ലെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ് പറഞ്ഞു. തട്ടിപ്പ് നടന്നു എന്ന് ഉത്തമ ബോധ്യമുണ്ട്. മടിയിൽ ഒട്ടും കനമില്ലാത്തതിനാൽ ആരെയും പേടിയില്ല. വി.എസ്. അച്യുതാനന്ദനൊപ്പം നിന്നതിന്റെ പേരിൽ വർഷങ്ങളായി പിണറായി വിജയൻ ഉപദ്രവിക്കുന്നു. പിണറായിക്ക് മാത്രമല്ല, എല്ലാവർക്കും കുടുംബമുണ്ട്. നടപടികൾ ഒരു വാശിക്ക് തുടങ്ങിയതാണെങ്കിലും പൊതുപ്രവർത്തകന്റെ ഉത്തരവാദിത്തം എന്ന നിലയിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. വീണ, സുനീഷ് എന്നിവരുടെ പേരിലുള്ളതായിരുന്നു ദുബായിലെ അക്കൗണ്ട്. ഈ അക്കൗണ്ടിലെത്തിയ പണം US-ലെ മറ്റ് അക്കൗണ്ടുകളിലേക്ക് ഉൾപ്പെടെ മാറ്റിയെന്ന് കൃത്യമായി ബോധ്യമുണ്ട്. അത് അന്വേഷണ ഏജൻസികളെ അറിയിച്ചിട്ടുണ്ട്. അക്കാര്യം അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അവരാണ്. എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന കമ്പനി വീണയുടേതാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ വീണയും സുനീഷും സിഗ്നറ്ററീസ് ആയിട്ടുള്ള എക്സാലോജിക് എന്ന ഒരു അക്കൗണ്ട് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? മസാല ബോണ്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തോമസ് ഐസക് രംഗത്തെത്തിയത്. ഒരു വാശിക്ക് തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ ഇതൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമായി മാറിക്കഴിഞ്ഞു. 2003 മുതൽ വി.എസ്. അച്യുതാനന്ദനൊപ്പം നിന്നപ്പോൾ പിണറായി വിജയൻ രാഷ്ട്രീയമായും അല്ലാതെയും ഉപദ്രവിക്കാൻ തുടങ്ങിയതാണ്. ഇത്തരത്തിൽ 100 പണി ഇങ്ങോട്ട് വരുമ്പോൾ ഒരെണ്ണമെങ്കിലും തിരിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ തുടങ്ങിയതാണ്. ഇത്രയും തട്ടിപ്പുകൾ തെളിവ് സഹിതം അറിഞ്ഞിട്ടും സമൂഹത്തെ അറിയിക്കാതിരിക്കുകയും കുറ്റക്കാരനായ വ്യക്തി അധികാരത്തിൽ തുടരുകയും ചെയ്യുമ്പോൾ പൊതുപ്രവർത്തകരായി എനിക്ക് ഈ നാട്ടിൽ തുടരാൻ യോഗ്യതയില്ലെന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് കേസുമായി മുൻപോട്ട് പോകുന്നത്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിതാവായ പി.സി. ജോർജ് 2004 മുതൽ പിന്തുടർന്നു പോന്നിരുന്നതാണ്. 2004-ൽ വി.എസിനൊപ്പം ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിക്കുകയും കരിമണൽ ഖനനം നിർത്തിവെക്കുകയും ചെയ്തു. പിന്നീട് പി.സി. ജോർജിന്റെ അറസ്റ്റും മറ്റു വിവാദങ്ങളും ഉണ്ടായപ്പോഴാണ് ഞാൻ ഇത് ശരിക്കും പഠിക്കുന്നത്. CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള പണമിടപാടുകളിൽ കോർപ്പറേറ്റ് ഫ്രോഡിന്റെ സാധ്യത അറിഞ്ഞു തുടർന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന ഏജൻസിയെക്കുറിച്ച് അറിഞ്ഞതും പരാതി കൊടുക്കാൻ തീരുമാനിക്കുന്നതും. തുടർന്ന് പരാതി ലഭിച്ചുവെന്നും അന്വേഷണത്തിനായി സോണൽ ഡയറക്ടറേറ്റ് ആദായനികുതി വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൽ നിന്ന് മറുപടി കിട്ടി. ഒരു മാസം കഴിഞ്ഞും തുടർ നടപടികൾ ഉണ്ടാകാതിരുന്നതോടെ രേഖകൾ സഹിതം ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തു. കോടതി ഇടപെട്ടതോടെ 2024 ജനുവരി 15-ന് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടു. 6 ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. വീണ്ടും കോടതിയെ സമീപിച്ചതോടെയാണ് ജനുവരി 31-ന് SFIO അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL-ഉം KSIDC-യും കോടതിയെ സമീപിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. അന്വേഷണം തുടരട്ടെ എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. തുടർന്ന് വീണ വിജയൻ ബംഗളൂരു ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയും തള്ളി. ED അന്വേഷണം ആരംഭിച്ചതോടെ അതിനെതിരെ CMRL ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ ഹർജി കോടതി ജൂലൈ 7-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. താൻ എന്റെ പിതാവിനെ കണ്ടു വളർന്നയാളാണ്. എനിക്ക് കൃഷി മാത്രമേ ഉള്ളൂ. മുഴുവൻ സമയ പൊതുപ്രവർത്തകനാണ് ഞാൻ. എനിക്ക് കള്ളവുമില്ല, ഒളിക്കാനും ഒന്നുമില്ല. മുഖ്യമന്ത്രി പറയുന്ന അതേ വാക്ക് തിരിച്ചു പറഞ്ഞാൽ മടിയിൽ കനമുള്ളവനല്ലേ പേടിക്കേണ്ടതുള്ളൂ. എനിക്ക് സമൂഹത്തിന്റെ സംരക്ഷണമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കമ്പനികളെല്ലാം മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം കൊടുക്കേണ്ട കാര്യം എന്താണ്? ഇത് മുഖ്യമന്ത്രിയുടെ പണമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ എന്തൊക്കെ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ഏതൊക്കെ കൺസൾട്ടൻസികൾ വന്നിട്ടുണ്ടോ, അവരുടെ എല്ലാം കയ്യിൽ നിന്ന് വീണ വിജയൻ കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട്. വിവാദമായ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്, ലാവ്ലിൻ, CMRL തുടങ്ങിയ കുറച്ചു കമ്പനികളുടെ കാര്യം മാത്രമല്ലേ നമുക്കറിയൂ. നമുക്കറിയാൻ പാടില്ലാത്ത എത്രയോ ഇടപാടുകൾ നടന്നിട്ടുണ്ടാകാം. ആലപ്പുഴയിൽ തീരദേശത്തു നിന്ന് എടുത്തു മാറ്റിയത് 53 ലക്ഷം മെട്രിക് ടൺ കരിമണലാണ്. രാജ്യാന്തര വിപണിയിലെ ശരാശരി വിലയായ 14,500 രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ തന്നെ എത്ര കോടിയുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. BJPയുടെ നേതാക്കളുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. കേസുമായി മുൻപോട്ട് പോകാനാണ് ദേശീയ അധ്യക്ഷൻ JP നദ്ദ പറഞ്ഞത്. പാർട്ടിയിൽ ലയിക്കുന്നതിന് മുൻപ് തന്നെ കേസുമായി മുൻപോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുൻപ് സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനുമായി ചർച്ച നടത്തിയിരുന്നു. കേസിന്റെ FIR കോടതിയിൽ കൊടുത്തിട്ടില്ല. കോടതിയിൽ വെച്ചാൽ ഞാൻ ജാമ്യമെടുക്കും. അത് ഒഴിവാക്കാനുള്ള നീക്കമാണ്. പി.സി. ജോർജിന്റെ മകനായതുകൊണ്ട് തന്നെ നിയമപരമായ കാര്യങ്ങൾ എങ്ങനെ
കൈകാര്യം ചെയ്യണമെന്ന് ഷോൺ ജോർജിനെ പഠിപ്പിക്കേണ്ടതില്ല. മാത്രമല്ല, കേരള ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു വരികയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ള ഉപദേശം ഷോൺ ജോർജിന് ലഭിച്ചത് ദേശീയ നേതൃത്വത്തിലുള്ള ഉന്നത BJP നേതാക്കളിൽ നിന്നാണ്. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. സാമ്പത്തികമായി കുറ്റകൃത്യങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കാൻ ഏജൻസിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന പല സാമ്പത്തിക അഴിമതി കേസുകളും മുൻപ് പൊതുജന മധ്യത്തിൽ എത്തിച്ചിട്ടുള്ളത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. മാസപ്പടി കേസിൽ രാഷ്ട്രീയ നേതാക്കളും കമ്പനിയും ചേർന്നുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്നും കേരള തീരത്തെ അനധികൃത മൈനിങ്ങിനായി വൻ തുക കോഴയായി ചെലവഴിച്ചിട്ടുണ്ടെന്നും ഇത് വലിയ പൊതുനഷ്ടം കേരളത്തിൽ ഉണ്ടാക്കിയതായും ഹർജിയിൽ ഷോൺ ജോർജ് ആരോപിച്ചിരുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ SFIOയ്ക്ക് കത്ത് നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും ഹർജിയിൽ പറയുന്നു. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ കോഓപ്പറേറ്റീവ് സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, മറ്റ് കേന്ദ്ര സർവീസുകൾ എന്നിവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഏജൻസിക്ക് പ്രാഥമികമായി മേൽനോട്ടം വഹിക്കുന്നത്. വിവിധ സാമ്പത്തിക മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരും ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2003 ജൂലൈ 2 ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച ഒരു പ്രമേയത്തിലൂടെയാണ് ഏജൻസി സ്ഥാപിക്കപ്പെട്ടത്. 1956 പഴയ കമ്പനി നിയമത്തിലെ സെക്ഷൻ 235 മുതൽ 247 വരെ നിലവിലുള്ള ചട്ടത്തിനുള്ളിൽ നിന്ന് അന്വേഷണം നടത്താനാണ് ഏജൻസിക്ക് അധികാരമുള്ളത്. ഏജൻസിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സാമ്പത്തിക മേഖല, മൂലധന വിപണി, അക്കൗണ്ടൻസി, ഫോറൻസിക് ഓഡിറ്റ്, നികുതി, നിയമം, ഇൻഫർമേഷൻ ടെക്നോളജി, കസ്റ്റംസ്, ഇൻവെസ്റ്റിഗേഷൻ എന്നിവയിൽ നിന്നുള്ള വിദഗ്ധർ അടങ്ങിയ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷനാണിത്. 2003 ജനുവരി 9 ഏജൻസി സ്ഥാപിച്ചത് വാജ്പേയി സർക്കാരാണ്. തുടർച്ചയായി 4 വർഷം വിവാദ കരിമണൽ കമ്പനിയായ CMRLുമായി ബന്ധമുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് വീണയ്ക്ക് സാമ്പത്തിക സഹായം ലഭിച്ചുവെന്ന വസ്തുതയാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത്. 2016 മുതൽ 2019 വരെ 77,60,000 രൂപയാണ് എംപവർ എക്സാലോജിക്കിന് നൽകിയത്. പെട്ടെന്ന് തിരിച്ചടയ്ക്കേണ്ട ഈടില്ലാത്ത വായ്പയാണ് തുക നൽകിയത്. മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെട്ട CMRLന്റെ ഉടമ ശശീന്ദ്രൻ കർത്ത, ഭാര്യ ജയ കർത്ത എന്നിവർ ഡയറക്ടർമാരായ കമ്പനിയാണ് എംപവർ. അതായത് CMRLന്റെ സഹോദര സ്ഥാപനമാണ്. CMRൽ നിന്ന് എക്സാലോജിക്കും വീണ വിജയന് 1.25 കോടി രൂപ കൈപ്പറ്റിയത് സംബന്ധിച്ച ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ വലിയ ചർച്ചയായിരുന്നു. നൽകാത്ത സേവനത്തിനാണ് ഈ പണം കൈപ്പറ്റിയതെന്നായിരുന്നു കണ്ടെത്തൽ. 1.25 കോടി നൽകിയ കാലയളവിൽ തന്നെയാണ് ഈടില്ലാ വായ്പയും നൽകിയിരിക്കുന്നത്. എക്സാലോജിക് 2022 പ്രവർത്തനം അവസാനിപ്പിച്ചു. എന്നാൽ വായ്പ തിരിച്ചടച്ചതിനെ കുറിച്ച് ആർക്കും ഒരു പരാതിയുമില്ല. 2016 25 ലക്ഷം രൂപ, 2017 37,36,000 രൂപ, 2018 10,36,000 രൂപ, 2019 4,88,000 രൂപ എന്നിങ്ങനെയാണ് ആകെ 77,60,000 രൂപ എക്സാലോജിക് വാങ്ങിയിരിക്കുന്നത്. ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് 2015 എടുത്ത വായ്പ 2021 തിരിച്ചടച്ചതായി കമ്പനി രേഖകളിൽ പറയുന്നുണ്ടെങ്കിലും എംപവറിന്റെ വായ്പ തിരിച്ചടച്ചതായി രജിസ്ട്രാർക്ക് നൽകിയ രേഖകളിൽ പറയുന്നില്ല. ഇതിനർത്ഥം ഇതും നോക്കുകൂലിയാണെന്നാണ്. സാധാരണ രീതിയിൽ ഒരു സാമ്പത്തിക സ്ഥാപനവും ഇത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത വായ്പ നൽകാറില്ല. ഒരു കമ്പനിയുടെ വാർഷിക വിറ്റുവരവിന്റെ 25%-ലധികം സാമ്പത്തിക സ്ഥാപനങ്ങൾ വായ്പയായി നൽകാറില്ല. സാമ്പത്തിക സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇത്തരം വായ്പ നൽകുന്നത് റിസ്ക്കുള്ള ഇടപാടാണ്. തൊട്ടു മുൻപുള്ള സാമ്പത്തിക വർഷം 44 ലക്ഷം രൂപ നഷ്ടത്തിലായിരുന്ന കമ്പനിക്കാണ് ഇത്ര ഉയർന്ന തുക വായ്പയായി നൽകിയിരിക്കുന്നതെന്ന് കമ്പനി രേഖകൾ വ്യക്തമാക്കുന്നു. എക്സാലോജിക് കമ്പനി രജിസ്ട്രാർക്ക് നൽകിയ വിവരങ്ങൾ അനുസരിച്ച് 2014 1 ലക്ഷം രൂപ മൂലധനത്തിൽ ആരംഭിച്ച കമ്പനിയുടെ 2015 വരുമാനം 25,70,000 രൂപയും ചിലവ് 70,51,000 രൂപയുമാണ്. വായ്പ നൽകാൻ സാമ്പത്തിക സ്ഥാപനങ്ങൾ പ്രധാനമായും പരിഗണിക്കുന്നത് കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയാണ്. എന്നാൽ 44 ലക്ഷം രൂപ നഷ്ടത്തിലുള്ള കമ്പനിക്ക് എംപവർ ഇന്ത്യ ഈടില്ലാതെ ഇത്രയും കൂടിയ തുക വായ്പയായി നൽകുകയായിരുന്നു. അതായത് വീണയ്ക്കെതിരെ ഉയർന്നിരിക്കുന്നത് മറ്റൊരു ഗുരുതര ആരോപണമാണ്. ഒരു പൊളിഞ്ഞ കമ്പനി ഇവർ വായ്പ നൽകുമെങ്കിൽ ഇതിലും നോക്കുകൂലി ആരോപണം ഉന്നയിക്കാവുന്നതാണ്. ഇക്കാര്യം കേരള ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി കോടതിയെ അറിയിച്ചിരുന്നു. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് തള്ളിയത്. ഹർജി തള്ളിയ കീഴ്ക്കോടതി ഉത്തരവ് തെറ്റെന്ന് അമിക്കസ് ക്യൂറി പറഞ്ഞു. കേസിൽ തെളിവിലെന്ന കീഴ്ക്കോടതി ഉത്തരവ് പ്രഥമ ദൃഷ്ട്യാ ശരിയല്ലെന്നും അമിക്കസ് ക്യൂറി പറഞ്ഞു. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് കോടതി പരിഗണിച്ചില്ലെന്നും അമിക്കസ് ക്യൂറി കണ്ടെത്തി. CMRL കമ്പനിയുടെ CEOയും CFOയും രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയിട്ടുണ്ടെന്നും മൊഴി നൽകിയിട്ടുണ്ട്. വിചാരണ കോടതി ഹർജി പ്രാഥമിക അന്വേഷണത്തിന് വിടണം
കാരണമായിരുന്നുവെന്നും അമിക്കസ് ക്യൂറി പറയുന്നു. അമിക്കസ് ക്യൂറിയുടെ വാദം കേട്ട ശേഷം ഹർജി കോടതി വിധി പറയാൻ മാറ്റി. ഹർജിയുമായി മുൻപോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് ഗിരീഷ് സാബുവിന്റെ കുടുംബം അറിയിച്ചതിനെ തുടർന്നാണ് കോടതി അമിക്കസ് ക്യൂറിയെ നിയമിച്ചത്. വീണ വിജയന് പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, പി.കെ. കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അന്വേഷണം വേണമെന്നായിരുന്നു ഹർജിയിൽ ആവശ്യം. എന്നാൽ ഹർജിക്കാരനായ ഗിരീഷ് ബാബു മരിച്ച സാഹചര്യത്തിൽ കേസുമായി മുൻപോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് കുടുംബം കോടതിയെ അറിയിച്ചു. കളമശ്ശേരി കുസാറ്റിന് സമീപത്തെ വീടിനുള്ളിലാണ് ഗിരീഷ് ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 47 വയസ്സായിരുന്നു. മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞ് പ്രതിയായ പാലാരിവട്ടം പാലം അഴിമതി, പെരിയാറിലെ മലിനീകരണം, ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാസപ്പടി വിഷയം തുടങ്ങി നിരവധി കേസുകളിലെ ഹർജിക്കാരനാണ് ഗിരീഷ് ബാബു. കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകിക്കൊണ്ടാണ് ഗിരീഷ് തുടങ്ങിയത്. CMRL കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയ രാഷ്ട്രീയ നേതാക്കൾക്ക് വീണയ്ക്കുമെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയത്. പരാതിയുടെ പകർപ്പ് ഗവർണർ അടക്കമുള്ളവർക്കും നൽകിയിരുന്നു. വീണ പണം വാങ്ങിയതിലല്ല, ആർക്കു വേണ്ടി പണം വാങ്ങി എന്നതാണ് പ്രധാനം. ഒരു പ്രമുഖ വ്യക്തിക്ക് വേണ്ടിയാണ് വീണയ്ക്ക് മാസപ്പടി നൽകിയതെന്ന് ആദായ നികുതി ഫോറം കണ്ടെത്തിയതും വിനയായി. കരിമണൽ കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയ മാസപ്പടി വിവാദത്തിൽ വീണ വിജയനെ CPM പൂർണ്ണമായും ന്യായീകരിച്ചിരുന്നു. ഒരു സേവനവും നൽകാതെ വീണയുടെ കൺസൾട്ടൻസിക്ക് കരിമണൽ കമ്പനി പണം നൽകിയത് പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം കാരണമാണെന്നാണ് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തൽ. മുഖ്യമന്ത്രി അടക്കം മുൻനിര നേതാക്കൾ കരിമണൽ കമ്പനിയിൽ നിന്ന് 96 കോടി മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ടെന്ന് BJP ആരോപണം ഘടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മാനേജ് ചെയ്യാൻ കഴിയാത്ത പ്രതിസന്ധിയാണ് ഇനി വന്നു ചേരുക. മാത്യു കുഴൽനാടനാണ് ഇത്രയും കാലം വീണയെ വേട്ടയാടിയത്. മാത്യു നിശബ്ദനായ ഉടനെയാണ് ഹൈക്കോടതി രംഗത്തെത്തിയത്. ഇതാ ഷോൺ ജോർജ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് CPM-നും മുഖ്യമന്ത്രിക്കും കൂനിന്മേൽ കുരുവാകുന്ന കാര്യത്തിൽ സംശയമില്ല. VS സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ലാവ്ലിൻ കേസിലൂടെ പ്രതിസന്ധിയിലാക്കിയത് ഷോൺ ജോർജിന്റെ പിതാവായ PC ജോർജാണ്. ഇതിന് അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. VS രോഗാതുരനായെങ്കിലും അദ്ദേഹത്തിന്റെ പഴയ ടീമിന് ഇപ്പോഴും ഒരു അംഗത്തിന് ബാല്യമുണ്ട്. അതിനാൽ അവരുടെ പിന്തുണ ഷോൺ ജോർജിന് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.